കോഴിക്കോട് പെരുവയലിൽ പോലീസിനെ ബോംബെറിഞ്ഞും തോക്കു ചൂണ്ടിയും വധിക്കാൻ ശ്രമിച്ച കൊട്ടേഷൻ സംഘത്തിലെ പ്രധാന പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിലെ പ്രതികളെ പിടികൂടാനെത്തിയ പാലക്കാട് SIT സംഘത്തിന് നേരെയാണ് പ്രതികൾ ഇന്നലെ ആക്രമണം നടത്തിയത്. കേസിൽ പിടിയിലായ 4 പ്രതികളിൽ 2 പേരെ പാലക്കാട് പോലീസിനും മറ്റ് 2 പേരെ മാവൂർ പോലീസിനും കൈമാറി. പിടിയിലായ പ്രതിയുടെ വീട്ടിൽ നിന്ന് മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു. പെരുവയൽ കോടശ്ശേരി താഴത്തെ സ്വകാര്യ വിലയിൽ ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ കൊട്ടാരക്കര സ്വദേശി ഡേവിഡ് കർമൽ അലക്സ് വാടകയ്ക്കെടുത്ത വിലയിൽ പ്രതികൾ ഒളിവിലിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. എന്നാൽ പോലീസിനെ കണ്ടതോടെ പ്രതികൾ തോക്കുചൂണ്ടിയും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ 4 പോലീസുകാർക്ക് സാരമായി പരിക്കേറ്റു. തുടർന്ന് മാവൂർ, കുന്നമംഗലം സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതികളെ സാഹസികമായി കീഴടക്കിയത്. കേസിൽ പിടിയിലായ മാവൂർ സ്വദേശി ജോസ്മോന്റെ കുതിരാടത്തുള്ള വീട്ടിൽ മാവൂർ പോലീസ് ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 2 വടിവാളും നെഞ്ചക്കും കണ്ടെടുത്തു. വധശ്രമം, സ്ഫോടക വസ്തു, ആയുധ നിരോധന നിയമങ്ങൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പ്രതികളായ കാസർഗോഡ് സ്വദേശി ആട് ഷമീർ, ഒറ്റപ്പാലം സ്വദേശി വിഷ്ണു സൽമാൻ എന്നിവരെ ഒറ്റപ്പാലം പോലീസിന് കൈമാറി. ഇവരെ പാലക്കാട് കോടതിയിലും മാവൂർ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന ഡേവിഡ് കർമൽ അലക്സ്, ജോസ്മോൻ എന്നിവരെ കോഴിക്കോട് കോടതിയിലും ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസിനെ ആക്രമിച്ച കേസിൽ തെളിവെടുപ്പിനായി 4 പ്രതികളെയും ഉടൻ മാവൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഒളിവിൽ പോയ പൂവാട്ടുപറമ്പ് സ്വദേശിയായ 5-മനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.